എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 പുതുവർഷത്തിൽ വൃശ്ചികം രാശിക്കാരുടെ ഗോചരാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി അവരുടെ 4-ൽ സഞ്ചരിക്കുന്ന കാലയളവാണ്. 4-ൽ ശനി സഞ്ചരിക്കുന്ന കാലയളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടകശനി കാലയളവാണ്. എന്നാൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 7-ൽ സഞ്ചരിക്കുന്ന കാലയളവുമാണ്. അപ്പോൾ പൊതുവെ കണ്ടകശനി അനുഭവപ്പെടുന്ന കാലയളവാണെങ്കിലും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവർക്ക് വളരെ അനുകൂലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2025 തുടക്കത്തിൽ പൊതുവെ ഗുണാനുഭവങ്ങളായിരിക്കും വരുന്നത്. 4-ൽ ശനി നിൽക്കുന്നതിൻ്റെ കുറച്ച് തടസ്സങ്ങളും പ്രയാസങ്ങളും കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈശ്വരാധീനവും ഭാഗ്യവും സമ്പത്തും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. എന്നാൽ 2025 മാർച്ച് 29 ഇവരുടെ കണ്ടകശനി മാറുന്നതാണ്. 5-ലേക്ക് ശനി മാറുന്നതോടുകൂടി കണ്ടകശനി മാറിക്കിട്ടുന്നതാണ്. കണ്ടകശനിയുടെ മാറ്റം ഇവർക്ക് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ദുരിതാനുഭവങ്ങളിൽ നിന്ന്, കുടുംബ സംബന്ധമായിട്ടും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടുള്ള ദുരിതാനുഭവങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്നതായിരിക്കും. എന്നാൽ 2025 മെയ് 14 വ്യാഴത്തിൻ്റെ മാറ്റം അത് 8-ലേക്കാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ധനനഷ്ടങ്ങളും ഒക്കെ വരാതെ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്തൊക്കെ വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും വന്ന് ചേരുന്നത്. ഇവരെല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇവർക്ക് 2025 നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ്. കൂടാതെ ഇവർക്ക് ജാതകവശാൽ നല്ല സമയവും നല്ല അപഹാരവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ കാര്യമായിട്ട് ബാധിക്കുന്നതും ആയിരിക്കുകയില്ല. 2025 മെയ് 14 ശേഷം വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി ഭവിക്കുന്നതുമായിരിക്കും.